നീന്തൽ അറിയില്ലെങ്കിലും കുളത്തിൽ, അതും പ്രത്യേകിച്ച് അപകടമുണ്ടാകുന്ന കുളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് പലരും കുട്ടികളോട് പറയാറുണ്ട്. എന്നാൽ മറ്റുള്ള കുട്ടികൾ, നീന്തൽ അറിയുന്ന കുട്ടികൾ ഇറങ്ങുന്ന ധൈര്യത്തിൽ തന്നെ ഇവരും ഇറങ്ങാറും അപകടം സംഭവിക്കുന്നതും ആദ്യമായിട്ടല്ല. എന്നാൽ കൊച്ചിയിൽ റിനാസ് എന്ന 15 വയസ്സുകാരന് സംഭവിച്ച ദാരുണാന്ത്യം ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിക്കുന്നു. SSLC പരീക്ഷ പൂർത്തിയാക്കിയതിന് തൊട്ട് പിന്നാലെ സുഹൃത്തുക്കളുമായി അടിച്ചുപൊളിക്കാനും സമയം ചിലവഴിക്കാനും ഇറങ്ങിയതാണ് റിനാസ്. 15 വയസ്സായതുകൊണ്ട് തന്നെ ഇപ്പോൾ ആ കുരുന്നിൻ്റെ വേദന എല്ലാവരിലേക്കും പരന്നു പിടിക്കുകയാണ്. അവനെ നേരിട്ടറിയാത്തവർക്ക് പോലും ഇപ്പോൾ അവരുടെ കുടുംബത്തിനെക്കുറിച്ചുള്ള പ്രാർത്ഥനകളിലും അവരുടെ അവസ്ഥയെക്കുറിച്ച് ഓർത്ത് കരയുകയാണ് എന്ന് തന്നെ പറയാം. SSLC പരീക്ഷ പൂർത്തിയാക്കിയതിന് തൊട്ട് പിന്നാലെ കനാലിൽ കുളിക്കാനിറങ്ങിയ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു എന്നതാണ് വാർത്ത. മൂവാറ്റുപുഴയിൽ വളയൻ ചിറങ്ങരയിൽ പെരിയാർ വാലി കനാലിലാണ് ദാരുണ സംഭവം. കണ്ടന്തറ മഞ്ചേരിമുക്ക് കോസർണ വീട്ടിൽ താമസിക്കുന്ന ജാസ്മിൻ്റെയും മകനാണത്. കണ്ടത്തറ മഞ്ചേരിമുക്ക് കോസർണ വീട്ടിൽ താമസിക്കുന്ന ജാസ്മിൻ്റെ മകനും പെരുമ്പാവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയുമായ റിനാസാണ് മരിച്ചത്. സുഹൃത്തുക്കളോടൊപ്പം കനാലിൽ കുളിക്കാനെത്തിയ റിനാസ് നീന്തൽ അറിയാത്തതിൽ ശക്തമായ ഒഴുക്കിൽ പെടുകയായിരുന്നു. സുഹൃത്തുക്കൾക്ക് നീന്തൽ അറിയാമല്ലോ എന്ന വിശ്വാസത്തിൽ തന്നെയാണ് റിനാസ് ഇറങ്ങിയത്. ഏറ്റവും കൂടുതൽ വിഷമത്തിലാഴ്ത്തുന്ന വാർത്തയായി ഇത് ആ പ്രദേശമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ്. വളയൻ ചിറങ്ങര ITCക്ക് പിന്നിലുള്ള പെരിയാർ വാലി കനാലിലാണ് അപകടം സംഭവിച്ചത്. വെള്ളം നിറഞ്ഞ കനാലിൽ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നു. ഒഴുക്കിൽപ്പെട്ട റിനാസിനെ രക്ഷപ്പെടുത്താൻ സുഹൃത്തുക്കൾ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല. തുടർന്ന് നാട്ടുകാരും പട്ടിമറ്റത്ത് നിന്നെത്തിയ അഗ്നിരക്ഷാ സേനയും ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കുറച്ചകലെയുള്ള കടവിൽ നിന്ന് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മൃതദേഹം നിലവിൽ പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വ്യാഴാഴ്ച കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തും. നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ശേഷം മാത്രമേ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയുള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കാലം കൂടുതൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതുകൊണ്ട് തന്നെയാണ് എന്ന് പറയാം. കുട്ടികൾ ഇത്തരത്തിൽ ഇറങ്ങുന്നു. എന്നാൽ നമുക്ക് തീരെ പരിചയമില്ലാത്ത സ്ഥലത്തേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ സൂക്ഷിക്കണം. മറ്റുള്ള കുട്ടികളുണ്ട് എന്ന ബലത്തിലാണ് ഭൂരിഭാഗം സമയത്തും ഇതുപോലെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഏത് രീതിയിൽ വരുമെന്നോ അല്ലെങ്കിൽ എങ്ങനെ അത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നോ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. തീയിനോടും വെള്ളത്തിനോടും കളിക്കരുത് എന്ന കുട്ടികളോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിന് കാരണവും ഇതുതന്നെയാണ്. അതെങ്ങനെയൊക്കെയാണ് ആളിപ്പടരുന്നത് അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒഴുക്കിൽ പോകുന്നതെന്ന് നമുക്ക് നേരത്തെ നിശ്ചയിക്കാനോ അതനുസരിച്ച് പെരുമാറാനോ പെട്ടെന്ന് സാധിക്കണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുട്ടികളോട് ഇത്തരത്തിൽ ഇറങ്ങരുത് എന്ന് ആവശ്യപ്പെടുന്നതും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.